ഷാഫിയെ പോലെ ഒരു ലീഡറെ കൂടെ നിർത്താൻ കഴിഞ്ഞത് KC വേണുഗോപാലിന്റെ വിജയമാണ് എന്നാണ് കോൺഗ്രസിന്റെ നമുക്ക് ഗ്രൂപ്പിസവും അതിലെ നീക്കുപോക്കുകളും ഒക്കെ അറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം അതിന് കഴിയാതെ പോയതാണ്. ഷാഫിയെ പോലെ യുവാക്കളെ ആകർഷിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടുന്ന, അല്ലെങ്കിൽ ഷാഫി പറയുന്നതിന് സോഷ്യൽ മീഡിയയിൽ അടക്കം ബലമുള്ള കാലത്ത് അതുപോലൊരു നേതാവിനെ കൂടെ നിർത്താൻ കഴിയാത്തത് VD സതീശന്റെ പരാജയമാണ് എന്നുകൂടി ഞാൻ ചോദിക്കട്ടെ. അതിനകത്ത് എപ്പോഴാണ് അവർ തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത്? കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷമല്ലേ? അല്ലെ, ഈ വിഷയമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പുകാർ, ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ നിലപാടുകൾ VD സതീശൻ എടുത്തതുപോലെ മൂർച്ചയേറിയ നിലപാടല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു ഒഫീഷ്യലായ പരാതി പോലും ഇല്ലാതെ എന്തിനാണ് ഇത്ര കടുത്ത നടപടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമല്ല ഇതിന്റെ കാരണം എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി അടക്കമുള്ളവർ ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് അവരുടെ കരിയർ ബെസ്റ്റ് ഓപ്ഷനുകൾ തിരയുന്നതിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ല, ഞാൻ പറയുന്നത് ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പ്രചാരണ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, VD സതീശനും ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ബൽറാമും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു നിര അല്ലേ? ഇതൊക്കെ പറയുമ്പോഴും അപ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ട്. ഇവരൊക്കെ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന ചോദ്യമാണ്. പഴയ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ദുർബലമാകുകയും സ്വാഭാവികമായും ഏറ്റവും ശക്തരിലേക്ക് പലരും ചാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് KC വേണുഗോപാലിനെ ഇപ്പോൾ ഇത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിമുളച്ച ആളുമല്ല ഷാഫി. KSU മുതൽ പ്രവർത്തിച്ചു വന്ന് ഈ കോൺഗ്രസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിസം എന്ന അതിന്റെ ജൈവികത എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അതിന്റെ എല്ലാ കളികളും കളിച്ചു വന്ന ഒരാളാണ് ഷാഫി. അയാൾ മറ്റൊരു കളി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുത്തിട്ടുള്ള കളിയല്ല ഇപ്പോൾ കളിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.